ഒരു ചുവർ ചിത്രത്തിൽ നമ്മൾ നിറങ്ങളെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഈ നിറങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ സ്ഥലങ്ങളിൽ നിറങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മതശ്ശേരിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ നിറങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട്. എല്ലാ നിറങ്ങളും ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ നിറങ്ങൾ ഇന്നത്തെ കാലത്ത് വരയ്ക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു മ്യൂറലിലേക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 വർണ്ണങ്ങളാണ്, പഞ്ചവർണ്ണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള, കറുപ്പ്. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീല പഞ്ചവർണ്ണങ്ങളിൽ പെടുന്നു. ഒരിക്കലും നീല പഞ്ചവർണ്ണങ്ങളിൽ പെടുന്ന ഒരു കളറല്ല. കാരണം നമ്മൾ ധൂളി ചിത്രങ്ങളിൽ നിന്നും കളം വരയ്ക്കുന്ന ചിത്രങ്ങളുടെ ആ ഒരു പൊടികളിൽ നിന്നൊക്കെയാണ് മ്യൂറലിലുള്ള പല കളറുകളും പണ്ട് കാലത്ത് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നുള്ള പലതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നീല അങ്ങനെ ഒരു ചിത്രത്തിൽ വരുന്നില്ല. നമ്മൾ ഒരിക്കലും നീല നിറങ്ങൾ പണ്ടത്തെ ചുവർ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ആകാശം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരുന്നത് ബാക്ക്ഗ്രൗണ്ടായിട്ട് റെഡ് തന്നെയാണ് ചെയ്തിരുന്നത്. ആകാശമാണെന്ന് കാണിക്കാനായിട്ട് മേഘം വരയ്ക്കുമായിരുന്നു. അപ്പോൾ അത് ആകാശമാണെന്നുള്ളത് ക്ലിയറായി. അതുപോലെ തന്നെ നദിയുടെ കാര്യത്തിൽ നദിയായിട്ട് നമുക്ക് കാണിക്കാം. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ബ്ലൂവിഷിൻ്റെ ഗ്രീൻ ചേർന്നുള്ള ഡാർക്കർ കളറുകളിൽ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നദിയെ ഒരു മനുഷ്യരൂപം പോലെ വരയ്ക്കാമെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കണ്ടു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലയിടത്തും ആളുകൾ നീല ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നീല വളരെ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗി മ്യൂറലിന് കിട്ടില്ല. എപ്പോഴും ഗ്രീനായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് നീല നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോൾ ഈ ചിത്രത്തിൽ, ഇതിപ്പോൾ ഞാൻ തന്നെ വരച്ചൊരു ചിത്രമാണ്, ഒരു മുരുകൻ്റെ ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ നമ്മൾ പല നിറങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വരയ്ക്കാനുള്ള സ്കെച്ച് ഒരു പേപ്പറിൽ വേറെ തയ്യാറാക്കിയിട്ടുണ്ടാവും. തയ്യാറാക്കിയ സ്കെച്ച് എടുത്തിട്ട് നമ്മൾ ഈ വരയ്ക്കാനുള്ള ചാർട്ട് പേപ്പറിലേക്ക് നമ്മളത് കോപ്പി ചെയ്യും. അതിനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. ഒന്നുമില്ലെങ്കിൽ ചോക്ക് പൗഡർ പുരട്ടിയിട്ടോ അല്ലെങ്കിൽ കാർബൺ വെച്ച്. ചോക്ക് പൗഡറാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു ഗമ്മി എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് പകർത്തിയെടുത്തു. അപ്പോൾ പകർത്തുമ്പോൾ നമ്മൾക്ക് ഈ സ്കെച്ച് ഇവിടെ കിട്ടി. നമുക്ക് വരയ്ക്കാനുള്ള പേപ്പറിൽ ഈ സ്കെച്ച് കിട്ടി. സ്കെച്ച് മാത്രമല്ല, അതിൻ്റെ ഒപ്പം വരയ്ക്കാനുള്ള ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് ഈ മുനിമാരെ വരച്ചിട്ടുണ്ട്, 2 പേര് തൊഴുതുകൊണ്ട് നിൽക്കുന്നതായിട്ട്. അതുകൂടാതെ ചില ഡിസൈൻസ് വരച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ പേപ്പറിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം യെല്ലോ, അതായത് യെല്ലോ ഓക്കർ ഗാംബോച്യൂ ആ ഒരു മിക്സ് വെച്ചിട്ട് ആ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ സ്കെച്ചിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. ഈ റെഡ് കളർ ചെയ്തിരിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇതിലിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിൻ്റെ ഒപ്പം, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കാർലറ്റ് റെഡിൻ്റെ ഒപ്പം ബേൺസ് ചെയ്യാനാണ്. ബ്രൗണും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 60-40% റേഷ്യോയിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യം ഒരു ലെയർ നമ്മൾ വെറുതെ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 2-3 ലെവലിൽ ഡോട്ട്സ് ഇടുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ ആ ഒരു പഴയ മ്യൂറലിൻ്റെ എഫക്റ്റിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ആഭരണങ്ങൾ വാഷ് ചെയ്യുന്നത്. ആഭരണങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എന്താണ്, യെല്ലോ ഓക്കറും കുറച്ച് ഗാംബോച്യൂവും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന ആ ഒരു യെല്ലോ, അതിനൊരു പഴയ മ്യൂറലിൻ്റെ നിറത്തോട് വളരെയധികം യെല്ലോന് സാമ്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിക്സാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കിരീടം, അതേപോലെ തന്നെ മാലകൾ, തോൾവള, വളകൾ, കയ്യിലെ വളകൾ, അതേപോലെ തന്നെ നൂപുരം, പാദസരം, ഇത്തരം എല്ലാ ഭാഗങ്ങളും ആഭരണങ്ങളായിട്ട് വരുന്ന ഭാഗങ്ങൾ മുഴുവൻ, അതുപോലെ ഈ പീഠം, ഇതെല്ലാം നമ്മൾ ആ ഒരു നിറം വെച്ചിട്ട് ആദ്യം വാഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മഞ്ഞക്കൂട്ടിൻ്റെ ഒപ്പം കുറച്ച് സ്കാർലറ്റ് കൂടി ചേർത്തിട്ട് നമ്മളൊരു മിഡ് ടോൺ, കുറച്ചും കൂടി ഒരു മിഡ് ടോൺ ഉണ്ടാകും. നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടെ കുറച്ചൊരു മിഡ് ടോണിലൊരു ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ യെല്ലോൻ്റെ തൊട്ട് മുകളിൽ കുറച്ചും കൂടി ഷെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിഡ് ടോൺ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ മിഡ് ടോൺ ചെയ്തതിന് ശേഷം സ്കാർലറ്റ് വെച്ചിട്ട് എഗെയിൻ നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻസ് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഔട്ട്ലൈനിൻ്റെ ഒപ്പം തന്നെ ഈ പെറ്റൽസിൻ്റെ അകത്തെ വരെയൊക്കെ റെഡ് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തായിരുന്നു. പക്ഷേ അതൊരിക്കലും നമ്മൾ ബ്ലാക്ക് വെച്ച് വരച്ചിട്ടില്ല. ബ്ലാക്ക് പുറത്തെ ഔട്ട്ലൈൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആഭരണങ്ങളുടെ കംപ്ലീഷൻ ആവും. ആഭരണങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് വസ്ത്രങ്ങളാണ്. അപ്പോൾ ഈ വസ്ത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ, ഇപ്പോൾ ഇതിൽ യെല്ലോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. യെല്ലോ ഇതേപോലെ തന്നെ പല ഗ്രേഡിൽ എടുത്തിട്ട് ആ ഒരു മിഡ് എടുത്തു, അത് കഴിഞ്ഞ് റെഡിഷ് യെല്ലോ ആക്കി കൂടുതൽ. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വളരെ ചെറിയ ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയറിയാം, ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തിട്ട് ആ ഒരു രൈഖികം എന്ന് പറഞ്ഞ രീതിയിലേക്ക് കുറച്ച് വേണമെങ്കിൽ നമുക്കിതിനെ കമ്പയർ ചെയ്യാം. ഷെയ്ഡിങ് അങ്ങനെയാണ് നമ്മൾ ഈ വസ്ത്രങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റെഡ് യൂസ് ചെയ്തിട്ടുണ്ട് വസ്ത്രങ്ങളിൽ, ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് വസ്ത്രങ്ങളിൽ, അതിൻ്റെ ബോർഡേഴ്സ് നമ്മൾ പൂക്കൾ വരച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റെഡ് ചെയ്യേണ്ടടുത്ത് റെഡ് തന്നെ നമ്മൾ ചെയ്തു പോകും, ഗ്രീൻ ചെയ്യേണ്ടടുത്ത് ഗ്രീൻ തന്നെ നമ്മൾ ചെയ്തു പോകും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വസ്ത്രങ്ങളുടെ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആവും.
അടുത്ത ഘട്ടം ബോഡിയാണ്. ബോഡി നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡൻ യെല്ലോ ആണ്. അപ്പോൾ നമ്മൾ ഈ യെല്ലോയിൽ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള വെർഷൻ, ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും സെൻറ്റർ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു യെല്ലോയിലാണ് നമ്മൾ ഫസ്റ്റ് വാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ യെല്ലോ കുറച്ച് റെഡ് ചേർത്ത് അതിൻ്റെ ഗ്രേഡ് കൂട്ടിയിട്ട് നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ബോഡി നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുഖത്തിൻ്റെ ഫേസിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ടാണ് ആ ഒരു ഷെയ്ഡിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോഡി അങ്ങനെ ആ ഒരു ഷെയ്ഡിങ്ങിനോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴും നമ്മൾ ഈ കണ്ണ്, പുരികം, അങ്ങനെയുള്ള ചുണ്ട്, ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഡ് വെച്ചിട്ട് നമ്മൾ വരച്ചു. പിന്നീട് അതിൻ്റെ മുകളിൽ കൂടി ബ്ലാക്ക് ചെയ്യാനുണ്ട് പലയിടങ്ങളിൽ. അപ്പോൾ നമ്മൾ റെഡ് വെച്ച് വരച്ചു. അപ്പോൾ നമ്മൾ ആഭരണങ്ങൾ കഴിഞ്ഞു, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കഴിഞ്ഞു, ബോഡിയും കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫിഗർ ഏതാണ്ട് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുനിമാര് പോലെ നമ്മൾ എക്സ്ട്രാ വരയ്ക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഗോൾഡൻ ആഭരണം ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പീഠം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മുനിമാരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലുള്ള ഡിസൈൻസ്, ഇതിലെല്ലാം ബ്ലാക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യും. ഇതും കാണാം, നമുക്ക് ആ ഗ്രഡേഷൻ കാണാം, ഒരു യെല്ലോയിഷ് വെച്ചിട്ട് നമ്മൾ ആ സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ മ്യൂറൽ ഫുൾ ബ്ലാക്ക് ഒഴിച്ച് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു തരും. ഇവിടെ നമ്മൾ മയിൽപ്പീലിക്കും ഇതിനു വേണ്ടിയിട്ട് ഈ മയിലിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ നമ്മളൊരു ബ്ലൂയിഷ് ഗ്രീൻ ചേർന്ന ബ്ലൂ ആണ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ബ്ലൂ അല്ല ചെയ്തിരിക്കുന്നത്, ഇതിൽ കുറച്ച് ഗ്രീൻ ചേർത്തതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് നോക്കിയാൽ കാണാം കൃത്യമായിട്ട്. ഒരു ഡയറക്റ്റ് ബ്ലൂ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് ഗ്രീൻ ആഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് മയിൽ എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മണിമാല. മണിമാലയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മണിമാല നമ്മൾ ഗ്രീൻ കളറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മണിമാല രണ്ട് രീതികളുണ്ട്. ഒന്നെങ്കിൽ നമുക്കൊരു രണ്ട് രംഗങ്ങളെ തമ്മിൽ വേർതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിഗറിനെ തന്നെ നമുക്ക് എടുത്ത് കാണിക്കാനൊക്കെ ആയിട്ട് മണിമാല നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ മയിൽപ്പീലി മുഴുവനായിട്ട്, മയിൽപ്പീലിയുടെ സെൻറ്ററിൽ നമ്മൾ യെല്ലോ ഉപയോഗിക്കേണ്ടടുത്ത് യെല്ലോ, അതിന് ചുറ്റും ഒരു റെഡിഷ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കൊടുക്കേണ്ടടുത്ത് ഗ്രീൻ, ഇതെല്ലാം കൊടുത്തതിന് ശേഷം മയിൽപ്പീലിയുടെ പീലികൾ നമ്മൾ വേർതിരിച്ചിരിക്കുന്ന നമ്മൾ ഈ മയിലിന് യൂസ് ചെയ്ത കളറിൻ്റെ എക്സ്ട്രാ കുറച്ചുകൂടി കൂടിയ ഒരു ഗ്രഡേഷനിൽ ഷെയ്ഡ് ചെയ്തിട്ടും ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ ഈ മയിൽപ്പീലിയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മുടെ മ്യൂറലിൽ കറുപ്പിടുന്നതിന് മുമ്പുള്ള അവസ്ഥയായി. ഇപ്പോൾ പാമ്പാണെങ്കിലും ശരിയാണ്, നമുക്കറിയാം ബ്രൗൺ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. ഇവിടെ വൈറ്റ് നമ്മൾ വിട്ടിട്ട് വൈറ്റിലൊരു ലൈറ്റ് ഗ്രേ കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് കുറേശ്ശായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂറലിൽ ബ്ലാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ ഏതാണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ബ്ലാക്ക് ഇടുന്നതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. ബ്ലാക്ക് നിങ്ങൾക്കറിയാം, ഈ മണിമാലയിൽ നമ്മൾ ആദ്യം ഗ്രീൻ വെച്ചിട്ട് നമ്മൾ ഒരു ഫിനിഷ് ഒരു ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് മണിമാലയിലെങ്കിലും അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ബോഡിയിലെ പ്രധാനപ്പെട്ട ലൈനുകളെല്ലാം നമ്മൾ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. ആഭരണങ്ങളിലെ പ്രധാനപ്പെട്ട ലൈനുകളെല്ലാം ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് വസ്ത്രത്തിൽ നിങ്ങൾക്കറിയാം, ഈ കാണുന്ന ഇതിലെല്ലാം നമ്മൾ ബ്ലാക്ക് ലൈൻസും കൂടി ഇട്ടിട്ട് ഭംഗിയാക്കും. നിങ്ങൾ വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഒരിക്കലും നമ്മൾ റെഡോ ഗ്രീനോ കളറുകളൊന്നും കച്ചതാമോ മുഴുതാമോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഇടില്ല. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴാണ് ഭംഗി കൂടുന്നത്. ഞാൻ നേരെ പഠിച്ചിട്ട് നമ്മൾ ഈ മയിൽപ്പീലി നോക്കിക്കോളൂ. മയിൽപ്പീലിയിൽ നമ്മൾ അധികം ബ്ലാക്ക് യൂസ് ചെയ്തിട്ടില്ല. അതായത് നീലയുടെ ഒരു ഡാർക്കർ ഷെയ്ഡ് വെച്ച് തന്നെയാണ് നമ്മൾ മയിൽപ്പീലി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പീഠം നോക്കി അറിയാം, പീഠത്തിൻ്റെ ഔട്ടർ ലൈൻസ് എല്ലാം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അകത്തെ ലൈൻസ് നമ്മൾ റെഡിൽ തന്നെ വെട്ടിയിരിക്കുന്നത്, ആ ഷെയ്ഡിങ് റെഡിൽ തന്നെയാണ് അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ചിത്രം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഷെയ്ഡിങ് ഉപയോഗിക്കാം. ബ്ലാക്ക് മേജർ ആയിട്ടുള്ള ഏരിയകളെല്ലാം നമ്മൾ ബ്ലാക്ക് ഇട്ട് തന്നെ പോകണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മുനിമാരുടെ ഡ്രസ്സിൽ നമ്മൾ സൈഡിൽ നിന്ന് മാത്രമേ ഇങ്ങനെ ബ്ലാക്ക് ഇട്ടിട്ടുള്ളൂ. അതൊക്കെ അകത്തേക്കുള്ളതെല്ലാം റെഡിൽ തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ മുടിയാണ്. മുടി വളരെ കുറച്ച്, ഇപ്പോൾ ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ച് മുടി ഇവിടെ കറക്റ്റ് ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്. മുരുകനെ സംബന്ധിച്ച് കുറച്ച് മുടി ഇവിടെ ഉണ്ട്. പിന്നെ മുനിമാരെ നോക്കുകയാണെങ്കിൽ ഈ താടിയൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ താടി ആദ്യം ഫുള്ള് ബ്രൗൺ വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രൗൺ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് മാത്രം നമ്മൾ മുഖം ഫിനിഷ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. ഇനി നമ്മൾ മുഖത്തേക്ക് വരുമ്പോൾ മുഖത്ത് നമ്മൾ പുരികം, കണ്ണുകൾ, ചുണ്ട് ഇതെല്ലാം റെഡ് വെച്ച് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് ലൈൻസ് വെച്ചിട്ട്. അതിൽ നമ്മൾ ഈ പുരികവും കണ്ണുകളുമെല്ലാം റെഡ് വച്ച് മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടി ബ്ലാക്ക് വെച്ച് ചെയ്യും. ആ ഐബോൾസിൻ്റെ അത് നമ്മൾ ആദ്യം ബ്രൗൺ വെച്ചിട്ട് വാഷ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഐബോൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ചുണ്ട് നമ്മൾ റെഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യും. ചുണ്ടിൻ്റെ നടുക്ക് കൂടി നമ്മളൊരു ബ്ലാക്ക് കളർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വരച്ചാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പം ഇതോടുകൂടി നമ്മൾ ഒരു ചുവർ ചിത്രം ഏതാണ്ട്, പിന്നെ ബാക്കി എല്ലാ അലങ്കാരങ്ങളും ഇതുപോലെ നമുക്ക് എവിടെയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചിത്രം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മളൊരു ചിത്രം കംപ്ലീറ്റ് ആയി. എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, മ്യൂറൽ വരയ്ക്കണവരുടെ അടുത്ത് ഒരു കാരണവശാലും ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നിങ്ങൾ ധൃതി പിടിക്കരുത്.
വളരെ സമയമെടുത്ത് നിങ്ങൾ അതിൻ്റെ സ്കെച്ച് തയ്യാറാക്കി അത് പേപ്പറിലേക്ക് പകർത്തി, അതുപോലെ തന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഷെയ്ഡിങ് നമ്മൾ ഗ്രഡേഷൻ കൂട്ടുന്നത് എപ്പോഴും ഡോട്ട്സ് ഇട്ടിട്ടാണ്. അപ്പോഴതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഡോട്ട്സ് അല്ലെങ്കിൽ ചെറിയ ലൈൻസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുക വർക്കുകൾ. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ദിവസം ഒരു ചെറിയ പാർട്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വളരെ എന്താ പറയുക കൃത്യമായ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് വാട്ടർ കളർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ തന്നെ പറ്റില്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ സമയമെടുത്ത് വളരെ ക്ഷമാപൂർവ്വം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ഗ്രഡേഷൻ, നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ഷെയ്ഡിങ് ഗ്രഡേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ലെയറുകളായിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഒരു ലെയർ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി അങ്ങനെ നിങ്ങൾ പതുക്കെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ആ വർക്കിൽ കിട്ടും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും ക്വറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. മാക്സിമം ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.